ഇന്ത്യൻ ഓഷ്യൻ അഥവാ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ നാവികസേനയ്ക്കാണ് അവിടെ ശക്തി കൂടുതൽ. എന്നാൽ ഇന്ത്യൻ ഓഷ്യൻ പിടിച്ചടക്കാൻ ചൈനയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ പല കുതന്ത്രങ്ങളും മെനയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന ഒരു വലിയ പണി നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിന് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രഹസ്യമായി കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി ഇന്ത്യ ഒരു നോട്ടാമും പുറപ്പെടുവിച്ചിരുന്നു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ ശ്രേണി മുതൽ ബംഗാൾ ഉൾക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഒരു നിയുക്ത പ്രദേശം പറക്കൽ നിരോധിത മേഖലയായി ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഈ പ്രദേശത്തേക്ക് 4 ചൈനീസ് ചാരക്കപ്പലുകൾ എത്തിയത് സംഘർഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ചൈനീസ് ചാരക്കപ്പലുകളെല്ലാം അന്താരാഷ്ട്ര ജലാശയങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അവയുടെ പരിധി അവർക്ക് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മുതൽ ആകാശത്തിൻ്റെ ഉയരം വരെയുള്ള എല്ലാ ചലനങ്ങളും നിരീക്ഷിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയാണ്. ഇന്ത്യ മിസൈൽ പരീക്ഷിക്കുമ്പോൾ അവിടെ നോട്ടാം പ്രഖ്യാപിക്കുന്നത് എന്തിനാണ്? നോട്ടാം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ മിസൈൽ പരീക്ഷിക്കാൻ പോവുകയാണ്, മറ്റാരും ഇതുവഴി വരരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരു രത്ന ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കാണ് ചൈന എത്തിയിരിക്കുന്നത്. ചൈന എത്തിയത് വെറുതെ അല്ല എത്തിയിരിക്കുന്നത്, അവരുടെ കപ്പലും കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. കപ്പൽ വെറും കപ്പലല്ല, ചാരക്കപ്പലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യ പരീക്ഷിക്കുന്ന മിസൈൽ നിരീക്ഷിക്കാനാണ് ചൈന എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതോടുകൂടി ഇന്ത്യ നോട്ടാം പിൻവലിച്ച് ആ മിസൈൽ പരീക്ഷണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ചൈനീസ് ചാരക്കപ്പലുകൾ ഇതിനകം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ഷിയാൻ 6 എന്ന ചാരക്കപ്പൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ കപ്പൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലാക്ക കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു. രണ്ടാമത്തെ ചാരക്കപ്പലായിട്ടുള്ള ഷെൻ ഹേ ഇ ഷാവോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്നു. അതേസമയം മൂന്നാമത്തെ ചാരക്കപ്പലായിട്ടുള്ള ലാൻ ഹായ് 201 മാലദ്വീപിനടുത്ത് നിലയുറപ്പിച്ച് കടൽ സർവേകൾ നടത്തുന്നു. നാലാമത്തേതായിട്ടുള്ള ലാൻ ഹായ് 101 മലാക്ക കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുന്നത് അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഇതാണ് ഇതിൻ്റെ നിലവിലത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് വ്യക്തമാണ്. ഒരു ചാരക്കപ്പൽ ആൻഡമാൻ നിക്കോബാർ ഭാഗത്ത്, അതായത് ഇന്ത്യയുടെ ഇപ്പുറത്ത്, ഒരു ചാരക്കപ്പലാണെങ്കിൽ ഇന്ത്യയുടെ അപ്പുറത്ത് മലാക്ക കടലിടുക്കിൻ്റെ അടുത്ത്, ഒരു ചാരക്കപ്പൽ ഇന്ത്യയുടെ നേരെ താഴെ, അതായത് ഒരു പെനിൻസുലാർ റീജിയൻ പോലെ ഇരിക്കുന്ന ഇന്ത്യയുടെ അപ്പുറവും ഇപ്പുറവും താഴെയും കൃത്യമായി വളഞ്ഞ് ചാരക്കപ്പലിട്ടിരിക്കുകയാണ് ചൈന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായിരുന്നാലും ഇന്ത്യക്കാണ് ഇപ്പോഴും ഇന്ത്യൻ ഓഷ്യനിൽ ശക്തി. പക്ഷേ അവിടെ ചൈന വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇന്ത്യയെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിനൊരു വഴി മാത്രമേ ഉള്ളൂ, മലാക്ക കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ദ ഗ്രേറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അതായത് ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ്. അവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സബ്മറൈൻ വാൾ അവിടെ പണിയും. അതിനുശേഷം നമ്മുടെ അരിഹന്ത് എന്ന് പറയുന്ന കപ്പലിനെ വിഹരിക്കാനായി അവിടേക്ക് തുറന്നുവിടും. അതിനുശേഷം മലാക്ക കടലെടുക്ക് കഴിഞ്ഞ് ഒരു കപ്പൽ എത്തിയാൽ പോലും ഇന്ത്യ അറിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിന് സമയമെടുക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.